സ്വർഗത്തിലേക്ക് ചെന്നു, ദേവലോകത്തിലേക്ക് ചെന്നു. ദേവലോകത്തിലേക്ക് ചെന്നപ്പോൾ ദേവവാസികളൊക്കെ പിന്നെ നമ്മുടെ ദേവേന്ദ്രനൊക്കെ പേടിയാണ്, യുദ്ധം ചെയ്യാൻ അങ്ങനെ പെട്ടെന്നൊന്നും. അവരൊക്കെ ഓടിപ്പോയി സ്വർഗം കയ്യിലടക്കി, ഇങ്ങനെ ലോകങ്ങൾ കയ്യിലടക്കി ഇവര്. എന്നിട്ട് പിന്നെ അഹങ്കാരം വർദ്ധിച്ചു ഹിരണ്യാക്ഷനെ. എന്നിട്ട് എന്ത് ചെയ്തു, സമുദ്രത്തിലേക്ക് ഇറങ്ങി ചെന്നു. ആരെയും എതിർക്കാൻ പറ്റുന്നില്ല, എല്ലാവരും പേടിച്ച് ഒഴുക്കിയാണ് ഹിരണ്യാക്ഷനെ കാണുമ്പോൾ. അത്രയ്ക്ക് ഭീകരരൂപി, ആകാശമുട്ട വലിപ്പം, ആഭരണങ്ങളൊക്കെ അണിഞ്ഞിങ്ങനെ തളതളേന് മിന്നിട്ട് ആയുധങ്ങൾ പിടിച്ചിട്ട്, ഗത പിടിച്ചിട്ട് സമുദ്രത്തിലേക്ക് ഇറങ്ങി ചെന്ന് സമുദ്രം കലക്കി മറച്ചു. എന്നിട്ട് വരുണന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. വിഭാവരി എന്നാണ് വരുണന്റെ കൊട്ടാരം, സമുദ്രത്തിന്റെ അടിയിലാണ്. അങ്ങനെ കയറി ചെന്നു. അപ്പൊ വരുണൻ അവിടെ ഇരിക്കേണ്ട വയസ്സായിരിക്കുകയാണ്, ശാന്തനായിട്ട് സാത്വികനായിട്ട് അവിടെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്ന വരുണനോട് ചോദിച്ചു, വരും എന്നോട് യുദ്ധം ചെയ്യാൻ വരുമെന്നത്. അപ്പൊ വരുണൻ പറഞ്ഞു, മോനെ എന്റെ യുദ്ധം ചെയ്യുന്ന പ്രായമൊക്കെ കഴിഞ്ഞു പോയി, എനിക്ക് വയസ്സായി, എനിക്ക് തീരെ താല്പര്യമില്ല. നിന്നോട് യുദ്ധം ചെയ്യാനുള്ള ആള് വരും, നീ അവിടെ കയറി ചെല്ല്, കരക്കിലേക്ക് കയറി ചെല്ല്, സമുദ്രത്തിൽ നിന്ന് നിന്നോട് യുദ്ധം ചെയ്യാനുള്ള ആള് വരും. അത് മാത്രമാണ്, നിന്നോട് യുദ്ധം ചെയ്യാൻ മാത്രമല്ല അവര് നിന്നെ ഹരിക്കുക, നിന്നെ വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുണവാക്യത്തെ കേട്ടപ്പോ പേടി, എന്തോ പേടിച്ചു, അങ്ങനെ പേടിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. എന്നിട്ട് കരക്കിൽ കയറി വന്നപ്പോ നാരദ മഹർഷി പറഞ്ഞല്ലോ, എവിടെയാണ് ആവശ്യം അവിടെ നാരദ മഹർഷിയാണ് എത്തുക. നാരദ മഹർഷി പറഞ്ഞു എവിടെയെന്ന് മനസ്സിലാക്കി. അപ്പൊ രസാതലത്തിന്റെ അവിടുന്ന് വന്നിട്ടുള്ളതാണ്, ഈ ഭൂമിയെയും കൊണ്ടിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നീ യുദ്ധത്തിന് വായോ എന്ന് പറഞ്ഞു. ഇത് കേട്ട വരാഹമൂർത്തി ഭൂമിയെയും കൊണ്ട് വെള്ളത്തിന് പുറത്തേക്ക് വന്നു. പിന്നെ പറഞ്ഞില്ലേ, ഭൂമിയെ സ്ഥാപിച്ചു, വാരാഹി ശക്തി ഉപയോഗിച്ചു, തുലന ശക്തി ഉപയോഗിച്ചിട്ട് സ്ഥാപിച്ചു. ഭൂമി കിടക്കില്ലെന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അത് പേടിക്കണ്ടെന്ന് കൊണ്ട് സമാധാനിപ്പിച്ച് ഒരു ദിക്കിൽ അതിനെ പ്രതിഷ്ഠിച്ചു. വെള്ളത്തിൽ തന്നെ അടിസ്ഥാനമൊന്നും ഇല്ലെങ്കിലും തന്റെ വാരാഹി ശക്തി ഉപയോഗിച്ച് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഉത്തരം കൊടുക്കുകയാണ്. ഉത്തരം കൊടുക്കുന്നുണ്ട്, വന്യജീവി എന്ന് വിളിച്ചുല്ലോ. പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഞാനൊരു വന്യ കാട്ടുമൃഗം തന്നെയാണ്, നിന്നെ പോലെയുള്ള നായ്ക്കളെ വേട്ടയാടാനുള്ള കാട്ടുജീവിയാണ് ഞാൻ. വാ നമുക്ക് യുദ്ധം തുടങ്ങാം. അങ്ങനെ അവിടെ പിന്നെ യുദ്ധമാണ്. അതിഭയങ്കരമായ യുദ്ധം നടന്നു. ഗതയുമായിട്ട് മറ്റുപ്രയോഗവും ഗതായുദ്ധമൊക്കെ നടന്നു. കളിക്കുക, ഭഗവാന് ടൈം പാസ്. അപ്പൊ ഈ ഗുസ്തിയൊക്കെ പിടിക്കുക മത്സരങ്ങൾ, അതുപോലെ ഭഗവാൻ രസിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, അസുരന്മാർക്ക് സന്ധ്യ കഴിഞ്ഞാൽ ബലം വർദ്ധിക്കും, ശക്തി കൂടും. ഇപ്പൊ അഭിജിത് മുഹൂർത്തം വന്ന് അടുത്തിട്ടുണ്ട്, നല്ല മുഹൂർത്തമാണ്. ഈ ശുഭമുഹൂർത്തം കഴിയുന്നതിന് മുൻപ് അങ്ങ് എത്രയും വേഗം ഇവനെ നിഗ്രഹിക്കൂ, എന്നിട്ട് ലോകത്തിന് ശാന്തിയെ പ്രദാനം ചെയ്യൂ. ഇത് കേട്ട വരാഹമൂർത്തി കുതിച്ചു ചാടി ഹിരണ്യാക്ഷന്റെ താടിയെല്ലില് ആഞ്ഞടിച്ചു. കർണകുടം നോക്കിയിട്ട് അടിച്ചു, അത് പിന്നെയാണ്. ആദ്യം താടിയെല്ലിൽ അടിച്ചു. ഹിരണ്യാക്ഷൻ ഗത കൊണ്ട് ഇടിച്ച് തടി താഴ്ത്തു. ഭഗവാന്റെ ഗത താഴെ വീണു. അപ്പൊ ഭഗവാൻ ചക്രായുധത്തെ സ്മരിച്ചു. ഭഗവാന്റെ ഗത അടിച്ച് തട്ടിയിട്ടു. ഹിരണ്യാക്ഷൻ ഒട്ടും കുറവല്ല, എളുപ്പമല്ല. ഭഗവാന്റെ ഒരു അവതാരത്തിന് എപ്പോഴാണോ ഒരു പ്രത്യേക ആപത്തിനെ നേരിടാൻ ആരെ കൊണ്ടും പറ്റാത്ത അവസ്ഥ വരിക, അപ്പോഴാണ് അവതാരങ്ങൾ സംഭവിക്കുക. ഭഗവാൻ മാത്രമേ പറ്റൂ എന്നുള്ള അവസ്ഥ വന്നാൽ മാത്രമാണ് അവതാരം സംഭവിക്കുക. അങ്ങനത്തെ അവസ്ഥയാണ് ഈ ഹിരണ്യാക്ഷനെ ഗ്രഹിച്ചത്. അപ്പൊ എന്തായാലും ഭഗവാൻ തന്റെ ഗത താഴെ വീണു. ചക്രായുധം ഭഗവാനായോണ്ടല്ലേ ചക്രായുധം നമുക്കാണെങ്കിൽ സ്മരിക്കാൻ ചക്രായുധമല്ലോ. ഭഗവാൻ ചക്രായുധത്തെ സ്മരിച്ചു, അത് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം പിന്നെയും കുറെ യുദ്ധം നടന്നു. അസുരൻ പലതരം ആയകളൊക്കെ പ്രയോഗിച്ചു. എന്തായാലും ഭഗവാൻ ചക്രം പ്രയോഗിച്ചു. പിന്നെ ഭഗവാനെ വരാഹത്തെ കടന്നുപിടിച്ചു. അപ്പൊ തന്നെ അടിക്കാൻ നോക്കി വരാഹം. അപ്പൊ വരാഹം അടിക്കാൻ നോക്കി ഭഗവാനെ അടിക്കാൻ നോക്കിയപ്പോ ഭഗവാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് അടിച്ചു കണ്ടപ്പോഴാണ് ഭഗവാൻ ഹിരണ്യാക്ഷന്റെ മുഖം നോക്കിയിട്ട് കർണകുടം ചെപ്പക്കുട്ടി എന്ന് പറയും, ഇങ്ങോട്ട് അവിടെ ആഞ്ഞങ്ങോട്ട് അടിച്ചു എന്ന് പറയാണ്. നല്ലൊരു കാശോട് കൂടിയിട്ട് അങ്ങോട്ട് വാട്ടത്തിലങ്ങോട്ട് കറങ്ങി ഭൂമി ആ ലോകം സാഗരൊക്കെ ഇങ്ങോട്ട് വിറച്ചു. അങ്ങനെ ഒരു മരം വൃക്ഷം കടപുഴങ്ങി വീഴുന്നത് പോലെ ഹിരണ്യാക്ഷൻ ചത്ത് നിലം പതിച്ചു എന്ന് പറയാണ്. നിവാദികൾ കാണുകയാണ്. അവർ വിചാരിക്കുകയാണ്, എന്തായാലും എന്തൊരു ഭാഗ്യം, ഭഗവാന് തൃക്കൈകളെ കൊണ്ട് മൃത്യു, ആയുധങ്ങളെ കൊണ്ടല്ല തൃക്കൈകളെ കൊണ്ടാണ് മൃത്യു സംഭവിച്ചത്. അവന്റെ ഒരു ഭാഗ്യം നോക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരും വരാഹമൂർത്തിയെ സ്തുതിക്കാൻ തുടങ്ങി. അവിടെ നല്ല മനോഹരമായ സ്ഥിതിയുണ്ട്. അതോടുകൂടിയിട്ടാണ് ഈ വരാഹ അവതാരം. അദ്ദേഹത്തിന്റെ കർമ്മം അങ്ങനെയാണല്ലോ, പൂർണ്ണാവതാരമല്ലോ. വരാഹത്തെ ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ടുള്ള ആ ജന്മം, ആ അവതാരം, അത് കഴിഞ്ഞോടുകൂടിയിട്ട് വരാഹമൂർത്തി പിന്നെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ ഹിരണ്യ അവതാരത്തെ കുറിച്ച്, വരാഹ അവതാരത്തെ കുറിച്ച്, ഹിരണ്യാക്ഷ വധത്തെ കുറിച്ച് ആരാണോ കീർത്തിക്കുക, കേൾക്കുക, പറഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്യുന്നത്, അവർക്ക് സകല പാപങ്ങളിൽ നിന്ന് മുക്തനാവും. ദീർഘായുസ്, ധനം, പ്രതാപം, പിന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള
ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ മേന്മകളും ഉണ്ടാവും. മാത്രമല്ല അന്ത്യകാലത്ത് ഹരിപാദങ്ങളിൽ അലിഞ്ഞു ചേരും എന്നുള്ള സ്തുതിയോട് കൂടിയിട്ടാണ് വരാഹമൂർത്തിയുടെ അവതാരകഥ ഇവിടെ സമാപിച്ചത്. സർവത്ര ഗോവിന്ദനാ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് നിശ്ചിതമൂർത്തിയായ സൗന്ദര്യ ഉവാച മഹിം പ്രതിഷ്ഠാദ്യ സൗദേ സ്വയംഭൂവനു താന്യദ്വാരാനിമാര്യാദജന്മന ക്ഷത്രാമഹാധാരകൃഷ്ണസേകാംബികസുരത്യാദ്യം താപത്യമരുവാംഗി യുവായുനാഥനലോ മൈത്രിയേകസ്ത്രീഹയ സർവാർത്ഥനാശകൃഷ്ണം ദൃഷ്ടനാശാഖ്യരൂപം ശിവന്ദർച്ചന്മിത്രേയം ജയാതിസേവയാ പുരമ്യാതിരാവസ്ഥീനം പ്രയുക്തണം തയോ സംവൃതോസുഖാതരുക്താജനരാതരാ ആദൂതാന്തായുഗ്നേഹരേ പദംബുരാശ്രയാ താനവിപ്രയോജനം ദേവത്യന്നോടായകർമ്മണ ഹരിജീരാമൃതം ശിവൻ ഭഗവത്യാധ്യാത്മസ്ഥാനൂയതാംഗി സൂതകുമാര ഹരേ ൃതോരണോസമായാംശോരുത്തരണം പ്രസാദരാ ഗീതാഞ്ജലിന്യാസമജ്ഞാതം സംജാതശ്രോമിമാഹ ഭാരതദുരകുവാച പ്രജാപതിപരിചരിതാമയാ സത്യപ്രജാപതി ഹിമാലപദമേ ബ്രഹ്മൻ പ്രഭുജാവ്യപ്രാജരി ദേവൈച്ഛായോ പ്രായസ്തു സ്വായം ഗോമനു ദേവേ ബ്രഹ്മാവേശാൽക്കരമേകരഭാരൻ സദ്രീയാധിവചനം സർവ്രാതമതു അഹോസ്യ സംഹരാ സർവം മൈത്രേയ ഉവാച ദേവേന ദുർദർശ്യണ കരേണാദിശേന ചാദക്ഷോ വാൽഭവതോ മഹാനാസിർവത്രയാൽ അജപ്രധാനമലക്രലിംഗോ ദേവജോതിരാജ് സമർക്കാനി ഭൗതികം സമർക്കരൂപയോഗേന ഏവമണ്ഡലവാസൃജം സ്വോചരിഷ്ടാത്മസരിയാന്ത്രോജിരാത്മക സാഗ്രം വൈവസതാപത്രം അന്യവാസിത്തമീശ്വര സത്യനാരീരപുസ്തഗ്നം സഹസ്രാർക്കോടുജീവി സർവജീവനികായോ യത്രക്ഷയമഭൂസ്വരാ സൂര്യയുക്തോദര യസ്യേതേ ലോകസംസ്ഥാനപൂർവം നിർമ്മയേ സംസ്ഥയാശയ സർജായ പഞ്ചപൂർവാനമന്ദിര താനിശ്രം നന്ദരാനിശ്രം തമോമോപാദന സർജാത്മനക്കായ നാവിനന്ദം തമോമയം ജുഗുഹൂയക്ഷരക്ഷാം ശ്രീരാത്രിം ക്ഷുദ്രസമുദ്ഭവാം ക്ഷുദ്രഭ്യാവനിഷ്ടാസ്തേ കഞ്ചുദ്രുദ്രു മാരക്ഷതൈനം രക്ഷത്തിരിദ്യൂരു ക്ഷുദ്രഭിരാ ദേവസ്ഥാരാഗണം വിഷ്ണോ മാം രക്ഷരക്ഷത അഹോമേ രക്ഷരക്ഷാം ശ്രീ ഭദ്രായൂയം സുഗുന്ദാം ദേവതാ പ്രയായാദീയം പ്രഭുതോസുജ വേഹാശുദ്ധരയം ദോഷത്താം സാമ്പ്രദാഹ ദേവോ ദേവാൻ ജഗദാസ്മായോരുവാൻ തേനം ദുർവഹയാമയുനായ അതുരേ തപോസർവാനസുരേ നിരവപ്രദൈ അന്യീയമാന സരസാസുദ്രോഹിരാപദം സൗരവൃദ്ധ്യാവരം പ്രജനാഭ്യഹരം ഹരി അനുഗ്രഹായ മൂകാംബികേ ഭദ്രേ മൂകാംബികേ അമ്മേ മൂകാംബികേ ദേവി മൂകാംബികേ ലക്ഷ്മീ മൂകാംബികേ ഭദ്രേ മൂകാംബികേ. ഈ ഭഗവതത്തിലെ ആദ്യ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ വായിച്ച പ്രഭാഷണമൊക്കെ പറഞ്ഞു നിർത്തിയതായ യജ്ഞവരാഹമൂർത്തി ഇടയതായ അവതാരം. വരാഹം എന്ന് സംസ്കൃതത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ താല്പര്യമില്ലാത്തതായ ഒരു ജീവിയാണ്. മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പന്നി എന്നത്. അപ്പൊ പന്നി എന്നുള്ള ഒരു ജീവി സത്യത്തിൽ എന്തല്ല, ആർക്കും താല്പര്യമില്ലാത്ത ഒരു ജീവിയാണ്. എന്നാൽ അത് യജ്ഞവരാഹമായാലും വരാഹമൂർത്തി ആയിട്ട് പറയുന്ന സമയത്ത് ഇതൊക്കെ തീർന്നു ചെയ്തു. അപ്പൊ ഈ സമയത്ത് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പന്നികൾ ഓടി വന്നാൽ നമ്മളതിനെന്താ ചെയ്യുക? അതിനെ തല്ലി കുടിച്ചു പന്നി വേറെ വന്നത്. എന്നാൽ നമ്മൾ പറയുകയാണെങ്കിൽ യജ്ഞവരാഹാണ്, ഭഗവാന്റെ രൂപമാണ് വന്നിരിക്കുന്നു പറഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പാചകത്തിന് എൻ്റെ മുമ്പിൽ നമസ്കരിച്ചാൽ എല്ലാവരും നമസ്കരിച്ചു, ചിലവരതിന് കഴിക്കാൻ കൊടുത്തു, പോയി കഴിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പറഞ്ഞതിൻ്റെ അർത്ഥം ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ യജ്ഞം എന്നുള്ളതിൻ്റെ ഭാഗമാണ്. നമുക്ക് ആ ഒരു വാക്കറിയാം.
പ്രയത്നം എന്ന് പറയും. പ്രയത്നം എന്ന് പറയല് അപ്രാവിട്ട് കഴിഞ്ഞാൽ പറയുന്നതിനാണെന്ത് യത്നം. യത്നം എന്ന് പറഞ്ഞാൽ എന്താ? യജ്ഞം എന്ന് പറഞ്ഞാൽ അവനവന്റെ ഒരു വ്യക്തിയുടേതായ കഷ്ടപ്പാട്, പ്രവൃത്തി. അയാൾ യത്നിച്ചിട്ടാണ് എന്തുണ്ടാക്കിയത്, ആ വീടുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണ് അതുണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് അത് ആ യജ്ഞം എന്നുള്ള വാക്ക് സ്വപ്രയത്നത്തിൽ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ് ഈ യജ്ഞങ്ങളും. ആ യജ്ഞം തന്നെ യജ്ഞം ആയാലുണ്ടായി. ആ എന്നുള്ള വാക്കിന് പകരം അജാനായാൽ അതിനൊരു രീതിമാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? യജ്ഞം എന്ന് പറഞ്ഞാൽ പൊതുനന്മയ്ക്കായിക്കൊണ്ട് കൂട്ടായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതും പ്രവൃത്തിയാണ്, പക്ഷെ എങ്ങനെയുള്ള പ്രവർത്തനമല്ല, സ്വാർത്ഥതയില്ലാത്ത പ്രവർത്തിക്കാൻ എന്ത് പറയുക? യജ്ഞം എന്ന് പറയും. സ്വാർത്ഥതയോടുകൂടിയ പ്രവർത്തിക്കാൻ എന്ത് പറയുക? യജ്ഞം എന്ന് പറയും. അപ്പൊ നമ്മുടെ യജ്ഞങ്ങളൊക്കെ എങ്ങനെയുള്ളതാവണം എന്ന് ചോദിച്ചാൽ യജ്ഞങ്ങളാവണം എന്ന് പറയുക. അത് പറയാനാണ്. അപ്പൊ യജ്ഞത്തിന്റെ സ്വന്തം താല്പര്യത്തിന്റെ സ്വന്തം കാര്യത്തിന്റെ മാത്രമുള്ളതായ ആ പ്രവർത്തനങ്ങൾ ലോകത്തിൽ എന്തുണ്ടാവില്ല. ലോകത്തിൽ ആരും അതിനെ എന്ത് ചെയ്യില്ല, ബഹുമാനിക്കില്ല, ആർക്കും അതിൽ താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് പൊതുവെ നമ്മൾ ഒരു ചിന്താവാദമൊക്കെ പറയും. ഒരു ചിന്താവാദം സ്വന്തം കാര്യം അതിന് ആർക്കും താല്പര്യമില്ല. പക്ഷെ ഈ സ്വന്തം കാര്യത്തിനെ തന്നെ പൊതു ആ ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിച്ചാൽ അതിനെന്തുണ്ടാവും? ലോകത്തിലെ എല്ലാവരുടേതായ ബഹുമാനം ഉണ്ടാവും, വിജയം ഉണ്ടാവും. അപ്പൊ യജ്ഞം എന്താവണം? യജ്ഞമാവണം. പന്നി ആരാവണം? ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ സ്വപ്രയത്നം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയോടുള്ള പ്രവൃത്തി, പന്നിയുടെ പ്രവൃത്തി പോലെ. പന്നിയുടെ പ്രവൃത്തി നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ ഉപാസിക്കുക എന്നാണ് നിയമം. ആ ഭുവനേശ്വരിയുടെ ഭാഗമാണ് ഭദ്രകാളി. ആ ഭദ്രകാളിക്കായിക്കൊണ്ട് കടുംപായസമാണ് രാവിലെ നേരത്തെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞാൽ കടുംപായസം ഉണ്ടാക്കി നിവേദിച്ച് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഭദ്രകാളിക്കായിക്കൊണ്ട് ഇപ്പോൾ കുടുംബത്തിൽ തന്നെ ഭദ്രകാളിയുടേതായ എന്തെങ്കിലും അസഖ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിക്കൊണ്ടും ഭദ്രകാളിക്ക് കടുംപായസവും അത്രയും കഴിക്കുന്നത് നല്ലതാണ്. താല്പര്യമുള്ള ആളുകൾ പേര് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി ആ സമയത്ത് കൂടി കിട്ടുന്നതാണ്. പിന്നെ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ പ്രസാദമായിട്ട് ദിവസവും കൊണ്ടുപോകണം. ഈ പോകുന്നത് എങ്ങനെയാണ് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. കുറച്ച് കഴിക്കാനുള്ള എന്തെങ്കിലും തന്നെ കൊണ്ടുപോകണം. കാരണം അവിടെ ഇരിക്കുന്ന ആ സമയത്തെങ്കിലും സന്തോഷിക്കും, ഇതിൽ വരുന്നല്ലോ എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നു. അല്ലാണ്ട് നിങ്ങൾ ഇന്നത്തെ പ്രസാദമാണ് ഈ പൂവും ചന്ദനോ എന്നുള്ളത് കൊടുത്താൽ അവർക്ക് കഴിക്കുക ജീവിച്ചതാണ്. ഒരു താല്പര്യം ഉണ്ടാകും. ഇപ്പൊ അവർക്ക് ഈശ്വരോ നാമജപത്തിൽ ഒന്നും താല്പര്യമില്ല. പായസം കിട്ടണോ, അപ്പം കിട്ടണോ എന്നൊക്കെ പറയുമ്പോൾ, ഒരു എട്ട് കിട്ടണോ എന്നൊക്കെ പറയുന്നുണ്ട്. സന്തോഷം ഉണ്ടാവും. അപ്പൊ ദിവസവും വീട്ടിൽ വല്ലവരും ഉണ്ടാക്കും. വേണ്ടപ്പെട്ട ആളുകൾ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാതിരിക്കുന്നുണ്ടാവും. ടി വി കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടോ ഒക്കെ സമയം കളയാൻ എളുപ്പമില്ല. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അറിഞ്ഞില്ല. കാരണം 3 മണിക്കൂർ ആളുകളെ കുറ്റം പറഞ്ഞു. അപ്പൊ ഈ രീതിക്ക് സമയം പോവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇതിന് താല്പര്യം ഉണ്ടാവും ഇതില് കഴിക്കുന്ന കാര്യത്തിൽ. അപ്പൊ അവർക്കായിക്കൊണ്ട് പോണ സമയത്ത് വല്ല പായസോ അപ്പോ, അതുകൊണ്ട് ഇവിടെ ദിവസവും വൈകുന്നേരം ഓരോ റിപ്പീറ്റേഷൻ ഇല്ല. ഇന്നിപ്പോ അപ്പാണെന്നുണ്ടെങ്കിൽ നാളെ പായസം, മറ്റന്നാൾ പാനകം, പിന്നെ പാൽപ്പായസം, ഇങ്ങനെ ദിവസത്തിൽ ഓരോ പുതു ഐറ്റം. 2 ദിവസം നിങ്ങൾ കൊണ്ടുപോയാൽ 3-ാം ദിവസം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും കരിയും നോക്കിയിട്ട് എപ്പോഴാ വരണം. അപ്പൊ അതും കൂടി ഒരു ഗുണമുണ്ട്. അപ്പോൾ ഈശ്വരൻ്റെതായ പ്രസാദം കഴിക്കാൻ പോലും കാലക്രമേണ ഒരു ഈശ്വരൻ്റെ വ്യക്തിയിലുണ്ടാവണം. എന്നാണ് ഈ പ്രസാദങ്ങളൊക്കെ. അതായത് നമുക്ക് ഇനി ജീവാരാധന ചെയ്ത് നിർത്താം. ഭജനയ്ക്ക് പോകുന്നില്ല, കാരണം മഴക്കാറ് ഭജന തുടങ്ങും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം വേദവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം വേദവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം വേദവ ചരണയുഗം. സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം വേദവ ചരണയുഗം. ഹരിഹരപുത്ര ശ്രീവത്സല ശരണം വേദവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരി ശരണം വേദവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശുദ്ധിപ്രജാഭ്യം പരിപാലയം
ബ്രഹ്മചന്ദ്രം ന്യായേന മാർഗേണ മഹിമഹീഷ ഗോബ്രാഹ്മണേഷു ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യജ്ജസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.